നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട്. പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ VHP പ്രവർത്തകർ റിമാൻഡിൽ. വിശ്വ ഹിന്ദു പരിഷത്ത് പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ, ജില്ലാ സംയോജക് വി സുശാസനൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവരെയാണ് ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പരീക്ഷ കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂൾ മുറ്റത്ത് സാന്താക്രോസിന്റെ തൊപ്പിയണിഞ്ഞ് അധ്യാപകരും കുട്ടികളും ക്രിസ്മസ് ആഘോഷിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് മൂവർ സംഘം കടന്നുവന്ന് ഭീഷണി മുഴക്കിയത്. പ്രധാന അധ്യാപികയുടെ പരാതിയിൽ ചിറ്റൂർ പോലീസ് 3 പേരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മതസ്പർദ്ധ വളർത്താനുള്ള ഉദ്ദേശത്തോടെ സ്കൂളിലേക്ക് അതിക്രമിച്ചു കയറി കുട്ടികളെ ഭീതിയിലാക്കി അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂൾ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചതിന് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ഭീഷണി ഉയർത്തിയതിനെതിരെ പ്രതിഷേധം ശക്തം. VHP ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ അറസ്റ്റിലായ സംഭവത്തിൽ യുവജന സംഘടനയായ DYFIയും യൂത്ത് കോൺഗ്രസും ഇന്ന് ശക്തമായ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘപരിവാർ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്ന ധ്രുവീകരണ രാഷ്ട്രീയം കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ മതേതര സമൂഹം തയ്യാറാകുമെന്നും പ്രഖ്യാപിച്ച് ഇരു കൂട്ടരും സ്കൂളിന് മുന്നിൽ ഐക്യദാർഢ്യ കരോൾ സംഘടിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദില്ലി CBCI ആസ്ഥാനത്ത് നടക്കുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. CBCI അധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്തും പരിപാടികൾക്ക് നേതൃത്വം നൽകും. ചടങ്ങിൽ പ്രധാനമന്ത്രി ക്രിസ്മസ് പുതുവത്സര സന്ദേശം കൈമാറും. CBSI ആസ്ഥാനത്ത് സമീപമുള്ള സെക്രഡ് ഹാർട്ട് ദേവാലയത്തിലും മോദി സന്ദർശനം നടത്തിയേക്കും. കഴിഞ്ഞ വ്യാഴാഴ്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. ഔദ്യോഗിക സന്ദർശനത്തിന് കുവൈത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈത്തിലെ ഉയർന്ന സിവിലിയൻ ബഹുമതി, കുവൈത്തിന്റെ വിശിഷ്ട മെഡലായ മുബാറക് അൽ കബീർ മെഡൽ കുവൈത്ത് അമീർ സമ്മാനിച്ചു. മോദിക്ക് മറ്റൊരു രാജ്യം സമ്മാനിക്കുന്ന 20ാമത് അന്താരാഷ്ട്ര അവാർഡാണിത്. ബയാൻ പാലസിൽ നടന്ന ചടങ്ങിൽ നരേന്ദ്രമോദിക്ക് ഔദ്യോഗിക ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. ചടങ്ങിൽ കുവൈത്ത് അമീറും പങ്കെടുത്തു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്ത് സന്ദർശനം പൂർത്തിയാക്കി ദില്ലിയിലേക്ക് മടങ്ങി. കുവൈത്ത് പ്രധാനമന്ത്രി നേരിട്ടെത്തിയാണ് നരേന്ദ്രമോദിയെ യാത്രയാക്കിയത്. നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ വിപുലീകരിക്കാനും ഉഭയകക്ഷി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും നേതാക്കൾ ധാരണയിലെത്തിയിരുന്നു. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ കേരളത്തിൽ ആണവ വൈദ്യുതി നിലയം സ്ഥാപിക്കുന്നതിൽ അനുമതി നൽകാമെന്ന് കേന്ദ്ര ഊർജ മന്ത്രി മനോഹർ ലാൽ ഖട്ടർ. കോവളത്ത് മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ചയിലാണ് ഖട്ടറിന്റെ ഉറപ്പ്. നിലയം സ്ഥാപിക്കാൻ ഏറ്റവും യോജിച്ച സ്ഥലം കാസർഗോഡ് ചേമേനിയിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്നിവരെ അദ്ദേഹം അറിയിച്ചു. കേരളത്തിന്റെ തീരങ്ങളിൽ തോറിയം അടങ്ങുന്ന മോണോസൈറ്റ് നിക്ഷേപം ധാരാളമുണ്ടെന്നും തോറിയം അടിസ്ഥാനമാക്കിയ ചെറു റിയാക്ടർ സ്ഥാപിച്ചാൽ ഉചിതമാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. എല്ലാ KAS ഉദ്യോഗസ്ഥരും പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ലെന്ന് വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുത്താനെഴുന്നള്ളുന്നവർ തിരുത്തണമെന്നും പഴയ ശീലങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്ന പദവിയാകരുത് KAS എന്നും അഭിപ്രായപ്പെട്ട മുഖ്യമന്ത്രി ബാച്ച് KAS ഉദ്യോഗസ്ഥരുടെ നിയമനം ഉണ്ടാകുമെന്നും നിലവിലെ സർക്കാർ സമ്പ്രദായങ്ങൾ KASകാർ അതേപടി പിന്തുടരുന്നെന്നും ചുവപ്പ് നാട പഴയതുപോലെ ഇല്ലെങ്കിലും ചില വകുപ്പുകളിൽ ഇപ്പോഴും ഉണ്ടെന്നും അത് മാറ്റിയെടുക്കണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. സാമുദായിക നേതാക്കൾക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയ്ക്ക് എന്താണ് അയോഗ്യതയെന്നും ചെന്നിത്തല ഇന്നലെ വന്ന നേതാവിൽ നിന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി ആരാകണം എന്നതിൽ തർക്കമില്ലെന്നും വ്യക്തമാക്കിയ K സുധാകരൻ അധികാര വടംവലിയുള്ള പാർട്ടിയല്ല കോൺഗ്രസ് എന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ VD സതീശൻ അധികാരമോഹിയാണ് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന പാടില്ലായിരുന്നുവെന്ന് തന്നെയാണ് വ്യക്തിപരമായ തന്റെ അഭിപ്രായമെന്ന് K സുധാകരൻ പറഞ്ഞു. വയനാട് പുനരധിവാസത്തിനായി വീടുകൾ വാഗ്ദാനം ചെയ്ത 38 സംഘടനകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തുമെന്നും സ്ഥലമേറ്റെടുപ്പ് നടപടി വേഗത്തിലാക്കുമെന്നും ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ച കരട് പദ്ധതി മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. അടുത്ത ക്യാബിനറ്റിൽ വിശദമായി പരിഗണിക്കാനും വയനാട് പുനരധിവാസം വേഗത്തിലാക്കാനും ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കിഫ്ബി തയ്യാറാക്കിയ 1000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ പ്ലാനാണ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുള്ളത്.
ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിമർശിച്ച് PV അൻവർ MLA. അജിത് കുമാറിനെതിരെ കസേര മാറ്റിയിരുത്തി എന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് PV അൻവർ പറഞ്ഞു. പരസ്യമായി അജിത് കുമാറിനെ പിന്തുണയ്ക്കുക വഴി മുഖ്യമന്ത്രി അന്വേഷണം വഴിതെറ്റിച്ചുവെന്നും PV അൻവർ പറഞ്ഞു. മുനമ്പം സമരത്തിന്റെ ആദ്യ ദിവസം മുതൽ പിന്തുണയുമായി ഒപ്പമുണ്ടെന്നും പരിഹാരം കാണുന്നതുവരെ കൂടെ ഉണ്ടാകുമെന്നും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം ഉറപ്പ് നൽകിയതാണെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പുതിയ നിയമം വരുമെന്നും ഇവിടെ മാത്രമല്ല വഖഫ് ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നീതി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി MPക്കെതിരെ CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾക്കെതിരെ KC വേണുഗോപാലും BD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും രംഗത്തെത്തി. സംഘപരിവാർ പോലും ഉപയോഗിക്കാത്ത ഭാഷയാണ് വിജയരാഘവൻ്റേതെന്നും വിജയരാഘവൻ വർഗീയ രാഘവനായി മാറിയെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി ജയിച്ച തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് പറയാൻ വിജയരാഘവനെ കഴിയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സംഘപരിവാർ അജണ്ട CPM കേരളത്തിൽ നടപ്പാക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. അതേസമയം താൻ വിമർശനത്തിന് അതീതമല്ലെന്ന SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങളോടുള്ള സതീശന്റെ പ്രതികരണം സാമുദായിക നേതാക്കൾക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വയനാട്ടിലെ ചരിത്ര വിജയത്തിൽ വർഗീയത കണ്ടെത്തിയ CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനെ RSSന്റെ സമുന്നത സഭയായ അഖിൽ ഭാരതീയ പ്രതിനിധി സഭയിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. RSSനേക്കാൾ വർഗീയ വിഷം ചീറ്റുന്ന സംഘടനയായി CPMഉം അതിൻ്റെ നേതാക്കളും മാറിയിരിക്കുകയാണെന്നും വിജയരാഘവനിലൂടെ പുറത്തു വന്നതും വർഗീയ വിഷം തന്നെയാണെന്നും ഹസൻ പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ തകർന്ന കെട്ടിടങ്ങൾക്ക് ₹1 പോലും നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ലെന്ന് കെട്ടിട ഉടമകൾ. കെട്ടിട വാടക കൊണ്ടാണ് കുടുംബം പുലർത്തിയതെന്നും മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോയതെന്നും പറഞ്ഞ കെട്ടിട ഉടമകൾ ലോണിൻ്റെ കാര്യം പറഞ്ഞ് ബാങ്കുകളിൽ നിന്ന് വിളി വരുന്നുണ്ടെന്നും എന്നാൽ തങ്ങളുടെ നഷ്ടത്തിന് എന്ത് പരിഹാരം നൽകുമെന്ന് ആരും പറയുന്നില്ലെന്നും അവർ പറഞ്ഞു. നെയ്യാറ്റിൻകര സബ് RTO ഓഫീസിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. യോഗ്യതയില്ലാത്ത വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നൽകുന്നതിനിടെ വൻ തുക കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജില്ലാ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 പോലീസ് സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിലുള്ള വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത്. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കുകളാണ് അമ്മുവിൻ്റെ മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയുടെ ഏറ്റവും വലിയ വാട്ടർ പ്യൂരിഫയർ സെയിൽസ് ആരംഭിച്ചു. ബോർവെള്ളം, ഫിൽട്ടർ വെള്ളം, കിണർ വെള്ളം എന്നിവ കോംബോ ഓഫർ വഴി നല്ല വെള്ളമാക്കാം. തുക തവണകളായി അടക്കാൻ EMI സൗകര്യം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി 9447151447. താങ്ക് യു.